ലോകമാകെ വൻ യുദ്ധഭീതിയിലാഴ്ത്തിയ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര യുദ്ധം മുറുക്കുന്നു. കുവൈറ്റ് എയർപോർട്ടിന് നേരെ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ലെന്ന വാദവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്തെത്തിയതോടെയാണ് മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി പുതിയൊരു തലത്തിലേക്ക് നീങ്ങിയത്. തങ്ങൾ തൊടുത്തുവിട്ട മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ പാട്രിയറ്റ് പ്രതിരോധ സംവിധാനത്തിന് സംഭവിച്ച ഗുരുതരമായ സാങ്കേതിക തകരാറാണ് കുവൈറ്റ് എയർപോർട്ടിലെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് ഇറാന്റെ പുതിയ അവകാശവാദം. എന്നാൽ ഇറാന്റെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും സിവിൽ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഇറാൻ ബോധപൂർവം നടത്തിയ ക്രൂരമായ ആക്രമണമാണിതെന്നുമാണ് സെൻകോം വ്യക്തമാക്കുന്നത്. സാധാരണക്കാരായ യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് ലോക ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. അതിനിടെ ഈ ദാരുണമായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നു. വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്നതോ അല്ലെങ്കിൽ യാത്രയ്ക്കായി എത്തിയതോ ആയ ഇന്ത്യൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവം പ്രവാസി സമൂഹത്തിനിടയിലും ഇന്ത്യയിലും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സംഭവത്തിന്റെ ഗൗരവം ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 63 പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിമാനത്താവളത്തിന്റെ തന്ത്രപ്രധാനമായ ടെർമിനൽ 1ന്റെ വലിയൊരു ഭാഗം ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. റൺവേക്കും മറ്റ് പ്രധാന സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ വിഭാഗം വ്യക്തമാക്കുന്നത്. ഈ ചോരപ്പുഴയ്ക്കും നാശനഷ്ടങ്ങൾക്കും കാരണം അമേരിക്കൻ മിസൈലാണെന്ന ഇറാന്റെ പ്രസ്താവന ഗൾഫ് മേഖലയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. ഇറാന്റെ പക്കൽ നിന്നുള്ള വിനാശകരമായ ആയുധങ്ങളെ തടയാൻ കുവൈറ്റിൽ വിന്യസിച്ചിരുന്ന US പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം ലക്ഷ്യം മാറി സ്വന്തം സഖ്യകക്ഷിയുടെ വിമാനത്താവളത്തിൽ തന്നെ പതിക്കുകയായിരുന്നുവെന്നാണ് ഇറാന്റെ തന്ത്രപരമായ ആരോപണം. ഇത് സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കമായാണ് വാഷിംഗ്ടൺ കാണുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഭവ വികാസത്തെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കൾ കടുത്ത ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. മുൻ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹമദ് ബിൻ ജാസിം അൽ താനി ഉൾപ്പെടെയുള്ള പ്രമുഖ നയതന്ത്രജ്ഞർ ഈ ആക്രമണത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. നേരിട്ട് വലിയ സൈനിക തർക്കങ്ങളിൽ ഭാഗമല്ലാത്ത കുവൈറ്റ് പോലൊരു രാജ്യത്തിന്റെ പൊതുവിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കുന്നതാണെന്ന് ഗൾഫ് നേതാക്കൾ ഓർമ്മിപ്പിച്ചു. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായാണ് കുവൈറ്റിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് കണ്ടെത്താൻ അന്താരാഷ്ട്ര വിദഗ്ധരുടെ സഹായത്തോടെയുള്ള വിപുലമായ അന്വേഷണത്തിന് കുവൈറ്റ് തുടക്കം കുറിച്ചിട്ടുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിലൂടെ മാത്രമേ ഇതിൽ കൃത്യമായ വ്യക്തത വരികയുള്ളൂ. ഈ പ്രതിസന്ധി മേഖലയിൽ നിലവിലുള്ള മറ്റ് സമാധാന ചർച്ചകളെയും വെടിനിർത്തൽ ശ്രമങ്ങളെയും കനത്ത രീതിയിൽ ബാധിക്കുമെന്നുറപ്പായിട്ടുണ്ട്. ലെബനൻ വിഷയത്തിലും മറ്റ് മിഡിൽ ഈസ്റ്റ് തർക്കങ്ങളിലും അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അതീവ രഹസ്യവും പരസ്യവുമായ ചർച്ചകൾക്ക് ഈ സംഭവം വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള വാക്പോര് യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഗൾഫിൽ വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത്. കുവൈറ്റ് സിറ്റിയിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് കഴിയുന്നത്. രാജ്യത്തെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും വിമാനത്താവളങ്ങളിലും കനത്ത സൈനിക കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കുവൈറ്റ് സൈനിക അടിയന്തര നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കനത്ത ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പൗരന്റെ മരണം സ്ഥിരീകരിച്ചതോടെ ഇന്ത്യൻ എംബസിയും കുവൈറ്റിൽ സജീവമായി ഇടപെടുന്നുണ്ട്. പരിക്കേറ്റ മറ്റ് ഇന്ത്യക്കാർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ ഉറപ്പാക്കാനും മരിച്ച വ്യക്തിയുടെ ഭൗതിക ശരീരം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുമുള്ള നയതന്ത്ര നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന കുവൈറ്റിലെ ഈ സുരക്ഷാ പ്രതിസന്ധി ഡൽഹിയിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കൻ പെന്റഗൺ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്.
തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് കനത്ത സൈനിക മറുപടി നൽകാൻ US തയ്യാറെടുക്കുന്നതായാണ് സൂചനകൾ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും നിലവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആഗോള വ്യോമയാന മേഖലയും ഈ ആക്രമണത്തോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തങ്ങളുടെ റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചതോടെ മറ്റ് അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് ആഗോള സാമ്പത്തിക യാത്രാ മേഖലയ്ക്ക് വരുത്തിവെക്കുന്ന നഷ്ടം ചെറുതല്ല. സമാധാന ശ്രമങ്ങളെല്ലാം പാതിവഴിയിൽ നിലച്ച മട്ടാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രകോപനം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അവരുമായി യാതൊരുവിധ ചർച്ചയ്ക്കുമില്ലെന്ന കടുത്ത നിലപാടിലേക്ക് അമേരിക്കയും സഖ്യകക്ഷികളും നീങ്ങാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ UN രക്ഷാസമിതിയിൽ ഈ വിഷയം ഉന്നയിക്കാനും ഇറാനെതിരെ കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അമേരിക്ക നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. ഇരുപക്ഷവും ഉന്നയിക്കുന്ന വാദങ്ങളിൽ ഏതാണ് സത്യമെന്ന് കണ്ടെത്തുക എന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഇറാന്റെ മാരകമായ മിസൈലുകൾ തന്നെയാണ് ദുരന്തം വിതച്ചതെന്ന് ഭൂരിഭാഗം പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ US മിസൈലിന്റെ പരാജയമാണ് ഇതിന് പിന്നിലെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ആവർത്തിക്കുന്നു. ഈ നയതന്ത്ര യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കാനാണ് സാധ്യത. ഒരു സാധാരണക്കാരനായ ഇന്ത്യൻ പൗരന്റെ ജീവനടക്കം കവർന്ന കുവൈറ്റ് എയർപോർട്ട് ആക്രമണം മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറുകയാണ്. പരസ്പരം പഴിചാരിയും വെല്ലുവിളിച്ചും ഇറാനും അമേരിക്കയും നിലയുറപ്പിക്കുമ്പോൾ വരാനിരിക്കുന്നത് വലിയൊരു സ്ഫോടനാത്മകമായ സാഹചര്യമാണെന്ന സൂചനയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത്. സൈനിക നീക്കങ്ങളും പുതിയ വെടിനിർത്തൽ സാധ്യതകളും ഒരേ സമയം ചർച്ചയാകുന്ന വരും ദിനങ്ങൾ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.